നമസ്കാരം. എസ്.ഡി.പി.യുടെ വോട്ട് വേണ്ടെന്ന് പറയേണ്ടതില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ വ്യക്തമാക്കി. ജമാഅത്തെ ഇസ്ലാമി UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ വോട്ട് വേണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതേസമയം എസ്.ഡി.പി. ഒരു വർഗീയ പാർട്ടിയാണോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിൽ നിന്നും M.V. ഗോവിന്ദൻ ഒഴിഞ്ഞുമാറുകയും ചെയ്തു. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തന്റെ വ്യക്തിത്വം ഇല്ലാതാകില്ലെന്ന് പറഞ്ഞ M.V. ഗോവിന്ദൻ എസ്.ഡി.പി.ഐ ഇതുവരെ LDF-ന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ മനസ്സിൽ കണക്കുകൂട്ടി ചോദ്യം ചോദിച്ചാൽ മറുപടിയില്ലെന്നും വ്യക്തമാക്കി. വർഗീയ പാർട്ടികളെ സംബന്ധിച്ച് CPM-ന് വ്യക്തമായ നിലപാടുണ്ടെന്നും എസ്.ഡി.പി.ഐ അവരുടെ നിലപാട് വ്യക്തമാക്കിയാൽ CPM അതിൽ നിലപാട് അറിയിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. എസ്.ഡി.പി.ഐ വർഗീയ പാർട്ടിയാണോ എന്ന ചോദ്യത്തിന് അത് വിശകലനം ചെയ്യേണ്ട വിഷയമാണെന്നും M.V. ഗോവിന്ദൻ വ്യക്തമാക്കി. എസ്.ഡി.പി.ഐ വോട്ട് സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നേമത്ത് V. ശിവൻകുട്ടി അടക്കം LDF സ്ഥാനാർത്ഥികളിൽ പലരും അനുകൂല നിലപാട് സ്വീകരിച്ചു വരുന്നുണ്ട്. കോൺഗ്രസ് ശക്തമായ വിമർശനം ഉന്നയിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഗോവിന്ദന്റെ പ്രതികരണം. വയനാട് ഫണ്ട് വിഷയത്തിലും M.V. ഗോവിന്ദൻ പ്രതിപക്ഷ നേതാവിനെതിരെ വിമർശനം ഉന്നയിച്ചു. ജോയിന്റ് അക്കൗണ്ട് ആണെങ്കിൽ അത് സത്യവാങ്മൂലത്തിൽ ഉണ്ടാവണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ശവത്തിന്റെ പോക്കറ്റിൽ നിന്നും പണം തട്ടിയെന്ന മുഖ്യമന്ത്രിയുടെ ഉപമ വളരെ ശരിയാണെന്നും സ്ഥലം വാങ്ങിയത് മുതൽ തട്ടിപ്പാണ് നടക്കുന്നതെന്നും ഗോവിന്ദൻ ആരോപിച്ചു. UDF-ന് വേണ്ടി നടത്തിയ സർവേ പോലും ഇടതുപക്ഷത്തിന് അനുകൂലമാണെന്ന് M.V. ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടു. പയ്യന്നൂർ വ്യാജ ID കാർഡുമായി ബന്ധപ്പെട്ട് KC വേണുഗോപാൽ അസംബന്ധം പറയുകയാണെന്നും തെളിവില്ലാതെ നുണ പ്രചരിപ്പിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. KC വേണുഗോപാൽ ഇരിക്കുന്ന സ്ഥാനത്തിന്റെ വില മനസ്സിലാകുന്നില്ലെന്നും യൂത്ത് കോൺഗ്രസ് വ്യാജരേഖകൾ ഉണ്ടാക്കിയ ചരിത്രം മനസ്സിൽ വെച്ചാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും M.V. ഗോവിന്ദൻ പറഞ്ഞു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ തനിക്കാണ് സംഘടന ചുമതലയെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം എസ്.ഡി.പി.ഐ പ്രവർത്തകരെ നന്നാക്കാനാണ് തങ്ങൾ അവരോട് വോട്ട് ചോദിക്കുന്നതെന്ന് CPM നേതാവ് AK ബാലൻ പറഞ്ഞു. എസ്.ഡി.പി.ഐയുമായി ഒരു മുന്നണിയോ ധാരണയില്ലെന്നും എന്നാൽ സംഘടനയിലെ ജനങ്ങളെല്ലാം രാജ്യശത്രുക്കളാണെന്ന് മുദ്ര കുത്തുന്നത് തെറ്റാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. എസ്.ഡി.പി.ഐ നേതാക്കളോടോ സംഘടനയോടോ വോട്ട് ആവശ്യപ്പെടുന്നില്ലെന്ന് ബാലൻ പറഞ്ഞു. ഇത്തരം സംഘടനകളുള്ളവരെ രാഷ്ട്രവിരുദ്ധരെന്ന് ചാപ്പ കുത്തുന്നത് ശരിയല്ല. തെരഞ്ഞെടുപ്പ് ഇത്തരം ആശയങ്ങൾ വിശ്വസിക്കുന്നവരെ ശുദ്ധീകരിക്കാനുള്ള വേദി കൂടിയാണെന്നും തെറ്റായ ചിന്താഗതിയിലുള്ള നേതൃത്വത്തിനെ മതനിരപേക്ഷമായി ചിന്തിപ്പിക്കാൻ പാർട്ടിക്കുള്ള ബാധ്യതയുടെ ഭാഗമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ പ്രക്രിയ തുടരുമെന്നും ബാലൻ വ്യക്തമാക്കി. എസ്.ഡി.പി.ഐയുമായി ഒരു മുന്നണിയോ ധാരണയോ കരാറോ സംഭാഷണമോ നടത്തിയിട്ടില്ല. ഒരു മുന്നണി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി പരിശോധിച്ച് പറയുമെന്നും നിലവിൽ മുന്നണി ഇല്ലാത്തതിനാൽ അവരെ പ്രതിരോധിച്ച് പറയുമെന്നും നിലവിൽ മുന്നണി ഇല്ലാത്തതിനാൽ അവരെ പ്രതിരോധിക്കേണ്ട കാര്യമില്ലെന്നും ബാലൻ പറഞ്ഞു. CPM ആദ്യകാലം മുതൽ പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. അഭിമന്യു പ്രശ്നം ഇപ്പോൾ ഉയർത്തുന്നത് CPM എസ്.ഡി.പി.ഐയുമായി മുന്നണി ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് വരുത്തി തീർക്കാനാണെന്നും ബാലൻ ആരോപിച്ചു. കുഞ്ഞാലി കൊലപാതക കേസിൽ പ്രതിയായിരുന്ന ആര്യാടൻ മുഹമ്മദിന് തങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടെന്നും അതാണ് തങ്ങളുടെ രാഷ്ട്രീയമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളോടും തങ്ങളുടെ ആശയങ്ങൾ പങ്കുവയ്ക്കുകയും തെറ്റായ ധാരണകൾ തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് CPM പിന്തുടരുന്ന രാഷ്ട്രീയ സമീപനമെന്നും AK ബാലൻ പറഞ്ഞു. എന്തായാലും എസ്.ഡി.പി.ഐയുമായി ഒരു ഡീലിലാണ് CPM എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങൾ ശക്തമാകുന്നുണ്ട്. നേമത്ത് എസ്.ഡി.പി.യുടെ വോട്ട് വേണ്ട എന്ന് പറയില്ല എന്നുള്ള V. ശിവൻകുട്ടിയുടെ പ്രസ്താവനയോടുകൂടിയാണ് ഈ ചർച്ചകൾ ആരംഭിച്ചത്. തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും എസ്.ഡി.പി.യുടെ വോട്ട് വേണ്ട എന്ന് പറയാതെ അതിനെ ന്യായീകരിക്കുന്നതും നമ്മൾ കണ്ടു. എന്തായാലും തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടുകൂടി എസ്.ഡി.പി.ഐ CPM ഡീലാണ് നടക്കുന്നതെന്ന ആരോപണം പ്രതിപക്ഷം ശക്തമാക്കുകയാണ്.